തിരുവോണം മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസം അല്ലേ? നിങ്ങൾക്കറിയാമോ മഹാബലി തമ്പുരാനെ കുറിച്ചും ഓണത്തിനെ കുറിച്ചും? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനെ കുറിച്ച് തന്നെയാണ്. രാജാവായിരുന്നു അദ്ദേഹം. എങ്കിലും നല്ലവനും ശാന്ത സ്വഭാവമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ അധീനതയിൽ വസിച്ചിരുന്ന ജനങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തെ ജനങ്ങൾ സ്നേഹത്തോടെ മാവേലി എന്ന് വിളിച്ചു. അസൂയമൂത്ത ദേവന്മാർ മഹാബലിയെ കുറിച്ച് മഹാവിഷ്ണുവിനോട് യാചിക്കുന്നു. അങ്ങനെ മഹാവിഷ്ണു ഇവരുടെ അഭ്യർത്ഥന മാനിച്ച ഭൂമിയിലേക്ക് തന്റെ 5ാമത്തെ അവതാരമായ വാമന രൂപത്തിൽ ആഗതനാകുന്നു. മഹാബലി യാഗത്തിലിരിക്കുന്ന സഭയിലേക്ക് വിഷ്ണു ഭഗവാൻ പോകുന്നു. എന്നിട്ട് മഹാബലി ചോദിച്ചു, എന്താ ബാല നിനക്ക് വേണ്ടത്? അപ്പോൾ വിഷ്ണു ഭഗവാൻ പറയുന്നു, എനിക്ക് ധ്യാനിക്കാൻ 3 അടി മണ്ണ് വേണം. അതിനെന്താ, നീ അളന്നെടുത്തോളൂ. അപ്പോൾ ഭഗവാൻ ഭൂമിയോളം വലുതായി ഒരേ സമയം തന്റെ ഇരുകാലുകൾ കൊണ്ട് ഭൂമിയെയും ആകാശത്തെയും അളക്കുന്നു. തന്റെ 3ാമത്തെ അടി എവിടെ വെക്കുമെന്ന് മഹാബലിയോടായി വാമന ഭഗവാൻ ചോദിക്കുന്നു. വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു മാവേലിക്ക്. അദ്ദേഹം തന്റെ ശിരസ് കുനിച്ചുകൊണ്ട് പറയുന്നു, 3ാമത്തെ അടി എന്റെ ശിരസിൽ വെച്ചുകൊള്ളൂ. മഹാവിഷ്ണു തന്റെ കാലുകൾ പൊക്കിയതും മാവേലി ചോദിക്കുന്നു, എനിക്ക് എന്റെ പ്രജകളെ കാണാൻ ഇനി വരാൻ സാധിക്കുമോ? അപ്പോൾ വാമന ഭഗവാൻ പറയുന്നു, അതെ, വരാൻ സാധിക്കും. അതായത് വർഷത്തിൽ ഒരു ദിവസം, അതായത് ചിങ്ങമാസം തിരുവോണം നാളിൽ അങ്ങേക്ക് അങ്ങയുടെ പ്രജകളെ കാണാൻ വരാം. അതിനെയാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. അത്തമ്പത്തിന് പൊന്നോണം എന്ന പഴമൊഴി തന്നെയുണ്ട്. അതായത് അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ നമ്മൾ പൂക്കളമിട്ട് മാവേലി വരവേൽക്കുന്നു. 10ാം നാൾ, അതായത് തിരുവോണം നാളിൽ നമ്മൾ സന്തോഷവും ഒരുമയോടെയും കൂടി എല്ലാവരും ഒത്തൊരുമയായി നിൽക്കുന്നു. അതിനെയാണ് നമ്മൾ തിരുവോണമായി ആഘോഷിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ ഐതിഹ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അഡ്മൈത്രി സിസ്റ്റേഴ്സിന്റെ വക ഹാപ്പി ഓണം. പിന്നെ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.